ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷ്യോ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 വീഡിയോയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി പാർട്ട് 2 സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾജിബ്രയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യന് ദാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 132 ദാണ്ട് ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കേ, ദ സ്കൂൾ നീഡ്സ് എ വെജിറ്റബിൾ ഗാർഡൻ. എ റെക്റ്റാങ്കുലർ പ്ലോട്ട് ഈസ് ടു ബി റോപ്ഡ് ഓഫ് ഫോർ ദിസ്. The length of the rope is 32 meters. They decided to have width and length in the ratio 3:5. What should be the width and the length? സ്കൂളിൽ എന്ത് ആവശ്യമാണ്? ഒരു വെജിറ്റബിൾ ഗാർഡൻ ആവശ്യമാണ്. വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പച്ചക്കറി തോട്ടം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളുകാരെല്ലാം കൂടെ തിരഞ്ഞെടുത്തത് ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് ആദ്യം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. റെക്റ്റാങ്കുലർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചതുര ആകൃതിയിൽ അല്ലേ. നോക്കിക്കേ, റെക്റ്റാങ്കുലർ പ്ലോട്ട് എന്ന് പറയുമ്പം നോക്ക്, നീളം കൂടുതലും വീതി കുറവും കണ്ടോ. ഇങ്ങനൊരു റെക്റ്റാങ്കുലർ പ്ലോട്ടാണ് നമ്മൾ വെജിറ്റബിൾ ഗാർഡന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇനി നോക്കിക്കേ, ദ ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറഞ്ഞാൽ കയർ ഈസ് 32 meters. ദേ ഡിസൈഡഡ് ടു ഹാവ് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഇൻ ദ റേഷ്യോ 3:5. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് അവിടെ നിന്ന് ഒരു കയർ കെട്ടിയിട്ട് നോക്കിക്കേ, അതിങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവന്നു, പിന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ചുറ്റി. അപ്പോൾ കറക്റ്റ് നമുക്കൊരു റെക്റ്റാങ്കുലർ പ്ലോട്ട് കിട്ടിയല്ലേ. അപ്പോൾ നമുക്കിവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 32 meters അല്ലേ. ദ ലെങ്ത് ഓഫ് ദ റോപ്പ്, അതായത് കയറിൻ്റെ ആകെ നീളം 32 meter ആണെന്ന് പറഞ്ഞാൽ എന്താണ്? കയർ ഇവിടുന്ന് ചുറ്റി ഇങ്ങനെ പോയി ഇതുവഴി വന്ന് ഇങ്ങനെ പോയി തിരിച്ച് അവിടം വരെ എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കുലർ പ്ലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആദ്യം എഴുതുകയാണ്, പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കുലർ പ്ലോട്ട്. അങ്ങനെ നമ്മൾ 32 meter എന്ന് എഴുതി. നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് ദേ ഡിസൈഡഡ് ടു ഹാവ് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഇൻ ദ റേഷ്യോ 3:5. അതായത് വിഡ്ത്തും ലെങ്തും ഏത് റേഷ്യോയിലായിരിക്കണം എന്നാണ് അവർ തീരുമാനിച്ചത്? 3:5. ഇവിടെ നോക്കിക്കേ, ആദ്യം വിഡ്ത്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താണ് ആദ്യം പറഞ്ഞേക്കുന്നത്? വിഡ്ത്താണ് പറഞ്ഞേക്കുന്നത്. വിഡ്ത്തിൻ്റെയാണ് ഫസ്റ്റ് 3 എന്ന് ഉള്ളത് കേട്ടോ. ലെന്താണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 3:5 രണ്ടാമത് കിടക്കുന്നത് ലെന്തിൻ്റെ റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ വിഡ്ത്തും ലെന്തും ഏത് റേഷ്യോയിൽ തന്നിട്ടുണ്ട് നമുക്ക്? 3:5 എന്ന്. അപ്പോൾ വിഡ്ത്ത് ഈസ് ടു ലെന്ത്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വീതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിഡ്ത്ത് ഈസ് ടു ലെന്ത് ഈസ് ഈക്വൽ ടു 3:5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ലെന്ത് അല്ലേ, ഇത് ലെന്താണ്, ഇതും ലെന്താണ്, ഇത് വിഡ്ത്താണ്, ഇതും വിഡ്ത്താണ്. അപ്പോൾ ഇവിടെ 2 ലെന്ത് ഇല്ലേ? 2 ലെന്തും 2 വിഡ്ത്തും ചേരുന്നതല്ലേ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് എന്ന് പറയുന്നത്, അഥവാ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാം? 2 ലെന്ത് പ്ലസ് 2 വിഡ്ത്ത്. 2 ലെന്ത് പ്ലസ് 2 വിഡ്ത്ത്. 2 ലെന്ത് പ്ലസ് 2 വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ലെന്തും 2 വിഡ്ത്തും കൂടെ ആകെ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 32 meter എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനി നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വിഡ്ത്തും ലെന്തും 3:5 റേഷ്യോയിലാണ് എങ്കിൽ ലെന്തും വിഡ്ത്തും എത്രയാണ്? നീളവും വീതിയും എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ലെന്തും 2 വീതിയുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു നീളവും ഒരു വീതിയുടെയും അളവ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലെന്ത് പ്ലസ് 1 ലെന്ത്, ഇവിടെ 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ലെന്ത് പ്ലസ് 1 വിഡ്ത്ത് എത്രയാണ്? 32ൻ്റെ പകുതിയാണ് അല്ലേ. അതായത് ഇവിടെ 2 ലെന്തും 2 വിഡ്ത്തും കൂടെയാണ് 32 meter. ഒരു ലെന്തും ഒരു വിഡ്ത്തും എടുക്കുകയാണെങ്കിൽ പെരിമീറ്ററിൻ്റെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ 32നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. നോക്കിക്കേ, 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2ൻ്റെ പട്ടികയിൽ ആദ്യം 3 എടുക്കുക കേട്ടോ. 2ൻ്റെ പട്ടികയിൽ 3നേക്കാൾ ചെറുത് 1 ഗുണം 2 അല്ലേ. കാരണം 2ൻ്റെ പട്ടികയിൽ 3 ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 3നേക്കാൾ ചെറിയ സംഖ്യ തിരഞ്ഞെടുത്തു. 1 ഗുണം 2 2. 3-ന്ന് 2 മൈനസ് ചെയ്താൽ 1 കിട്ടും. നോക്കിക്കേ മക്കളെ, ഇവിടെ 2ൻ്റെ പട്ടികയിൽ 1 ഉണ്ടോ? ഇല്ല. 1 ഗുണം 2 സമം
2 എന്ന് തന്നെയാണ് 2ൻ്റെ പട്ടിക തുടങ്ങുന്നത്. അപ്പോൾ 1 അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന 2നെ നമ്മൾ എന്ത് ചെയ്യുക? താത്തിറക്കുക. ഇനി നോക്കിക്കേ, 2ൻ്റെ പട്ടികയിൽ 12 എത്രയാണ് വരുന്നത്? 6 ഗുണം 2 അല്ലേ 12. അപ്പോൾ 12 വീണ്ടും എഴുതുക. കുറയ്ക്കുമ്പം ശിഷ്ടം അഥവാ റിമൈൻഡർ 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 16 മീറ്റർ എന്നാണ് ആൻസർ കിട്ടിയേക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവിടെ നോക്കിക്കേ, ലെന്തും വിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. വിട്ടിനെ നമുക്ക് 3x എന്ന് പേര് കൊടുക്കാം കേട്ടോ. 3x, അതായത് 3:5 എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വിട്ടിനെ 3x എന്നും ലെന്തിനെ 5x എന്നും പേര് കൊടുക്കാം. ലെന്ത് 5x. നോക്കിക്കേ, വിട്ട് പ്ലസ് ലെന്ത്. കാരണം എന്താണ്? 3:5 എന്ന് പറയുമ്പോൾ ആദ്യം വിട്ട് ഈസ് ടു ലെന്ത് അല്ലേ നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്? 3:5 അല്ലേ? അപ്പോൾ നോക്കിക്കേ, വിട്ടേ പ്ലസ് ലെന്ത്, വിട്ടേ പ്ലസ് ലെന്ത്. ഇപ്പം നമുക്ക് എത്രയാണ് പെരിമീറ്റർ കിട്ടിയത്? 16 മീറ്റർ അല്ലേ? ഇവിടെ വിട്ട് നമുക്ക് എത്ര എഴുതാം? വിട്ടിന് പകരം 3x എന്ന് എഴുതാം. 3x എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 3x എന്ന് എഴുതാം. ഇനി പ്ലസ് ലെന്ത് എത്രയാണ്? 5x എന്നല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ലെന്തിനെ നമുക്ക് 5x എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 16 മീറ്റർ. നോക്കിക്കേ, ഇവിടെ 3യുടെ കൂടെ x ഉണ്ട്, 5ൻ്റെ കൂടെ x ഉണ്ട്. അപ്പോൾ 3 + 5 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ 8x ഈസ് ഈക്വൽ ടു 16 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ x ഈസ് ഈക്വൽ ടു 16. ഇത് നോക്കിക്കേ, അതായത് എക്സിൻ്റെ കൂടെ ഈ 8 ഗുണിച്ചല്ലേ കിടക്കുന്നത്. അപ്പോൾ ഗുണനം സമത്തിനപ്പുറം പോകുമ്പോൾ എന്താകും? ഹരണമാകും അഥവാ ഡിവിഷൻ ആകും. അങ്ങനെയെങ്കിൽ 16, ഈ 8 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ 16/8 എന്ന് വരും. അപ്പോൾ 16നെ 8 കൊണ്ട് ഹരിക്കണം അല്ലേ? 16നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 8ൻ്റെ പട്ടികയിൽ 16 ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഉണ്ടോ? 2 ഗുണം 8 16. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ശിഷ്ടം അഥവാ റിമൈൻഡർ 0 വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? x 2 മീറ്റർ എന്ന് കിട്ടും. കാരണം ക്വസ്റ്റ്യന് മീറ്ററിലാണ് അളവ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി therefore അങ്ങനെയെങ്കിൽ വിഡ്ത്ത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3x എന്നല്ലേ പറഞ്ഞത്. 3x എന്ന് പറഞ്ഞാൽ 3 × x എത്ര നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 2. 3 × 2 6 മീറ്റർ എന്നും ലെന്ത് 5x എന്നാണ് നമ്മൾ പേര് കൊടുത്തത് അല്ലേ? 5x നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്ര? 2. 5 × 2 എത്ര? 10 മീറ്റർ എന്നും കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ റെക്റ്റാങ്കുലർ പ്ലോട്ട് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് 10 മീറ്റർ ഇവിടെ, അതായത് നമുക്കിവിടെ എത്ര കിട്ടിയത്? 10 എന്നും വിഡ്ത്ത് എത്രയാണ് ഇവിടെ കിട്ടിയത്? 6 എന്നുമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? 10 + 10 20. 20ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 26. 26ൻ്റെ കൂടെ ഈ വിഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ 32. അപ്പോൾ നമ്മൾ ചെയ്ത ഉത്തരം എന്താണ്? ശരിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പോൾ ഇതാണ്ട് നോക്കിക്കേ, നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം വേണം നോട്ട് എഴുതിയെടുക്കുവാനായിട്ട്. പേജ് നമ്പർ 132 ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ദ വിഡ്ത്ത് ആൻഡ് ലെന്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:5. നമ്മൾ നേരത്തെ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് അല്ലേ, വെജിറ്റബിൾ ഗാർഡന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് തിരഞ്ഞെടുത്തു. അതിന് റേഷ്യോയും തന്നു, പെരിമീറ്ററും തന്നു. നമ്മളതിൻ്റെ വിഡ്ത്തും ലെന്തും എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നോക്കിക്കേ, ഇവിടെ വിഡ്ത്തും ലെന്തും തന്നിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ. പക്ഷേ ഇവിടെ പെരിമീറ്ററിന് പകരം എന്താ തന്നേക്കുന്നത്? ഏരിയ ആണ് തന്നേക്കുന്നത് അല്ലേ? ഏരിയ 320 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിഡ്ത്തും ലെന്തും എത്രയാണ്? അത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ്? 320 സ്ക്വയർ മീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് ഫോമിൽ സ്ക്വയർ മീറ്റർ എന്ന് ദാണ്ട് ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. 320 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ വിഡ്ത്താണ് അല്ലേ? നമുക്കിവിടെ വിഡ്ത്താണ് ആദ്യം തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, വിഡ്ത്തേ ഗുണം ലെന്ത് സമം 320 സ്ക്വയർ മീറ്റർ എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഓക്കെ, വിഡ്ത്ത് അതായത് നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, റെക്റ്റാങ്കിളിൽ വിഡ്ത്താണ് ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റേഷ്യോ 4 ആണ്. അപ്പോൾ ഇത് 4ഉം ലെന്ത് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വിഡ്ത്തിന് 4x എന്നും ലെന്തിന് 5x എന്നും കൊടുത്തൂടെ? അതായത് വിഡ്ത്തിന് നമുക്ക് വിഡ്ത്ത് ഈസ് ടു ലെന്ത് എത്രയാണ് റേഷ്യോ തന്നേക്കുന്നത്? 4:5. അങ്ങനെയെങ്കിൽ വിഡ്ത്തിന് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം?
വിഡ്ത്ത് സമം 4x എന്ന പേര് കൊടുത്തൂടെ? ലെന്തിന് എന്ത് കൊടുക്കാം? 5x എന്നും പേര് കൊടുക്കാം. ഇനി നോക്കിക്കേ, നമ്മളിവിടെ പറഞ്ഞു വിഡ്ത്ത് ഗുണം ലെന്താണ് 320 സ്ക്വയർ മീറ്റർ എന്ന്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കേൾക്കണേ. നോക്കിക്കോ, വിഡ്ത്ത് ഗുണം ലെന്ത്, അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് എഴുതുകയാണ്. വിഡ്ത്ത് ഗുണം ലെന്ത് സമം 320 സ്ക്വയർ മീറ്റർ. ഇനി വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4x അല്ലേ? 4x ഗുണം ലെന്തിൻ്റെ അവിടെ 5x കൊടുക്കുക ഇസ് ഈക്വൽ ടു 320 സ്ക്വയർ മീറ്റർ. ഇനി ഇവിടെ നോക്ക്, 4 × 5 എത്രയാണ്? 4 × 5 20 അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ നോക്കിക്കേ, XA × X എന്ന് പറഞ്ഞാൽ x² ആണ്. ഒരു കാര്യം പ്രത്യേകം പഠിച്ചു വെക്കുക, XA ഗുണം X ആണെങ്കിൽ x² എന്നും XA പ്ലസ് X ആണെങ്കിൽ 2x എന്നാണ് വരിക. ഇത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇവിടെ XA ഗുണം X എന്നാണ് വന്നേക്കുന്നത്. കണ്ടോണേ, നോക്ക്, എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ x² എന്ന് കിട്ടും. എക്സിനെ എക്സ് കൊണ്ട് കൂട്ടാൻ പറഞ്ഞാൽ 1XA + 1x എന്ന് പറഞ്ഞാൽ എന്താ? 2x ആണ്. ഇവിടെ നോക്കിക്കേ, 4XA × 5x, 4 × 5, 4 × 5 20, XA × x എത്ര? x². അപ്പോൾ 20x² ഈസ് ഈക്വൽ ടു 320 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി x² അവിടെ തന്നെ ഇട്ടേക്കുക. 320 സമത്തിനപ്പുറത്ത്, അതായത് ഈസ് ഈക്വൽ ടുവിനപ്പുറത്ത് 320 അതേപോലെ എഴുതുക. ഇത് നോക്കിക്കേ, 20x² എന്ന് പറഞ്ഞാൽ x² 20 ഗുണിച്ച് കിടക്കുകയല്ലേ? അപ്പോൾ സമത്തിനപ്പുറം പോകുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും, അഥവാ ഹരണമാകും. അപ്പോൾ 20 എഴുതി കഴിഞ്ഞാൽ മുകളിലും താഴെയും അറ്റത്ത് കിടക്കുന്ന ഒരുപോലെയുള്ള 0 എന്ത് ചെയ്യുക? നമ്മൾ വെട്ടിക്കളയുക. ഒരുപോലെയുള്ള സംഖ്യകൾ വെട്ടിക്കളയരുത് കേട്ടോ, നമുക്ക് 0 വെട്ടിക്കളയാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നോക്കിക്കേ, x² അതേപോലെ എഴുതുക. 32നെ 2 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കേ, 32നെ 2 കൊണ്ട് ഹരിക്കണം. റെക്റ്റാങ്കുലർ ഗാർഡനിലും ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം 3 എടുക്കുക. 2ൻ്റെ പട്ടികയിൽ 3 ഉണ്ടോ നോക്കുക. 3 ഇല്ല. അപ്പോൾ 3നേക്കാൾ ചെറിയ സംഖ്യ 1 ഗുണം 2 2 മൈനസ് ചെയ്യുമ്പം 3ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1. അപ്പോൾ 2ൻ്റെ പട്ടികയിൽ 1 ഉണ്ടോ? ഇല്ല. അപ്പം അടുത്ത സംഖ്യയും കൂടെ താത്തിറക്കുക. ഇനി ഈ 2 നമ്പേഴ്സ് 2ൻ്റെ പട്ടികയിൽ ഉണ്ടോ നോക്കുക. 6 ഗുണം 2 അല്ലേ 12. അപ്പോൾ വീണ്ടും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശിഷ്ടം 0 ആയി കഴിഞ്ഞാൽ മുകളിൽ കിട്ടിയതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 32നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16 എന്ന് കിട്ടി. ഓക്കെ, ഇനി x ഈസ് ഈക്വൽ ടു, ഈ x² ആയിട്ടല്ലേ കിടന്നത്, സമത്തിനപ്പുറം വരുമ്പോൾ എന്താകും? √16 എന്നാകും. അതായത് x² ഈസ് ഈക്വൽ ടു 16. therefore x നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ സമത്തിനപ്പുറത്താവുമ്പം എന്താകും? റൂട്ടാകും. √16 എന്ന് പറഞ്ഞാലേ ഒരേ സെയിം സംഖ്യ വെച്ച് ഗുണിക്കുമ്പോൾ ഈ ആൻസർ വരണം. ഒരേ സംഖ്യകൾ ഗുണിച്ച് ആൻസർ കിട്ടണം. അതായത് 4 ഗുണം 4 അല്ലേ 16 വരുന്നത്. അതായത് ദാണ്ട് നോക്കിക്കേ, ഇതും 4 ആണ്, ഇതും 4 ആണ്. ഇരട്ടപ്പിള്ളേർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, 4 ഗുണം 4 അല്ലേ 16 വരുന്നത്. അപ്പോൾ √16 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? 4 ആണ് കേട്ടോ. 4 ഗുണം 4 അല്ലേ 16 വരുന്നത്. ഓക്കെ, അപ്പോൾ 4 ആണ് എഴുതേണ്ടത്. അല്ലാതെ 8 ഗുണം 2 16 ആയതുകൊണ്ട് 8 എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. 4 ഗുണം 4 ആണ് 16. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിവിടെ 4 മീറ്റർ എന്ന് എഴുതാം കേട്ടോ. ഇനി നോക്കിക്കേ, വിഡ്ത്ത് നമ്മൾ 4x എന്ന പേരിലല്ലേ കൊടുത്തത്. നമുക്കിവിടെ എന്താ ശരിക്കും കണ്ടുപിടിക്കേണ്ട ഈ ചോദ്യത്തിൽ? വീതിയും നീളവും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിഡ്ത്ത് 4x എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ വിഡ്ത്ത് സമം വിഡ്ത്ത് therefore-നാണ് ഈ 3 കുത്തു കൊടുക്കുന്നത് കേട്ടോ. വിഡ്ത്ത് സമം 4x എന്ന് പറഞ്ഞാൽ 4 × x എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ച 4. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 16 മീറ്റർ എന്ന് കിട്ടും. ലെന്ത് എത്രയാണ്? 5x. അപ്പോൾ 5x എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 5 × x 4 ആണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു. 5 × 4 എത്രയാണ്? 20 മീറ്റർ. അപ്പോൾ വിഡ്ത്തും ലെന്തും എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതായിരുന്നു ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുവാനായിട്ട് കേട്ടോ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 133 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ റേഷ്യോ ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 7:2. അതായത് ഒരു റെഗുലർ പോളിഗൺ, അതായത് സമബഹുഭുജം എന്ന് പറയും കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാ വശവും തുല്യമായിരിക്കും. നോക്കിക്കേ, അതിൽ 7:2 എന്ന റേഷ്യോ ആണ് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളിൻ്റെയും തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നർ ആംഗിൾ എത്ര ആണെന്നും ഔട്ടർ ആംഗിൾ എത്ര ആണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പാർട്ട് ചോദ്യം നോക്കിക്കേ, ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ. നോക്കിക്കേ, നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇന്നർ ആംഗിളെ ഈസ് ടു ഔട്ടർ ആംഗിൾ അല്ലേ. ഇന്നർ ആംഗിളെ ഈസ് ടു ഔട്ടർ ആംഗിൾ. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇന്നർ ആംഗിൾ എത്രയാണ്, ഔട്ടർ ആംഗിൾ എത്രയാണെന്ന്. അപ്പോൾ ഇന്നർ ആംഗിൾ ഈസ് ടു ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 7:2 എന്ന് വരും. ഇന്നർ ആംഗിളിനെ നമ്മൾ നേരത്തെയൊക്കെ റെക്റ്റാങ്കിൾ പ്ലോട്ടിൻ്റെ പിന്നെ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമ്മൾ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ തന്നെ ആദ്യം ഇവിടെ ഇന്നർ ആംഗിൾ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ 7:2 7 എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 7x എന്ന് നമുക്ക് കൊടുത്തൂടെ. ഔട്ടർ ആംഗിളിനെ നമുക്ക് എന്ത് കൊടുക്കാം? 2x എന്ന് കൊടുത്തൂടെ. ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാമേ. 2x ഒരു ഉദാഹരണം പറയുകയാണ്. ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് ആണ്, അതായത് അകത്തുള്ള ആംഗിൾസിനെയാണ് നമ്മൾ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാലോ, ദാണ്ടേ ഇത് ഔട്ടർ ആംഗിളാണ്, ഇത് പുറത്തുള്ള ആംഗിളാണ്. നോക്ക്, ഇത് പുറത്തുള്ള ആംഗിളാണ്. നോക്ക്, ഇതും പുറത്തുള്ള ആംഗിളാണ്. അപ്പം ഈ ആംഗിൾസിനെയാണ് നമ്മൾ എന്തോ ആംഗിൾ എന്ന് പറയുന്നത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. എന്തോ ആംഗിൾ എന്ന് പറയുന്നത്? ഔട്ടർ ആംഗിൾ. അകത്തുള്ള ആംഗിൾസ് ഇന്നർ ആംഗിളും പുറത്തുള്ള ആംഗിൾസ് ഔട്ടർ ആംഗിളും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ സാധനം നമുക്ക് കുറച്ചിങ്ങോട്ടൊന്ന് വ്യക്തമായിട്ട് വരയ്ക്കാം. ഒരു ലൈനിൽ വേറൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിളിൻ്റെ സം 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് പറയാം? രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ എന്ന് പറയാം. പറഞ്ഞൂടെ? അങ്ങനെയെങ്കിൽ ഇവിടെ 30 ആണെങ്കിൽ, അതായത് ആ ട്രയാങ്കിളിൻ്റെ ഈ ഒരു മൂലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചൂടെ? അങ്ങനെയെങ്കിൽ ഔട്ടർ ആംഗിൾ ഇവിടെ 150 ഡിഗ്രി എന്ന് കിട്ടത്തില്ലേ? എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അതായത് ഇവിടെ കിട്ടിയ 150 ഡിഗ്രിയും ഈ 30 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി. അതായത് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നർ ആംഗിളെ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഇതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കിക്കോ, റെഗുലർ പോളിഗൺ എന്നും പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്നർ ആംഗിളിന് നമുക്ക് 7x എന്ന് എഴുതാം. 7xa പ്ലസ് ഔട്ടർ ആംഗിളിന് നമുക്ക് 2x എന്ന് എഴുതാം. 7xa പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ. ഇനി നോക്കിക്കേ, 7 പ്ലസ് 2 എത്രയാണ്? 9x അല്ലേ. 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രി. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ കൂടെ 9 ഗുണിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഈസ് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും, ഹരണമാകും. അപ്പോൾ 180നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കണം. നോക്കിക്കേ, 180നെ എങ്ങനെ 9 കൊണ്ട് ഹരിക്കുന്നത്? 180 ഹരണം 9. അപ്പോൾ 9ൻ്റെ പട്ടികയിൽ 1 ഉണ്ടോ? ഇല്ല. 1 ഗുണം 9 സമം എത്രയാണ്? 9 ആണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 2 സംഖ്യയും കൂടെ ചേർത്തെടുത്തു. നോക്കിക്കേ, ഇനി നോക്ക്, 9ൻ്റെ പട്ടികയെ 18 വരത്തില്ലേ? 9 ഗുണം 2 അല്ലേ 18. മൈനസ് ചെയ്യുമ്പോൾ ശിഷ്ടം അഥവാ റിമൈൻഡർ 0 വന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഈ 0നെ നമ്മൾ വെറുതെ കളയേണ്ട, എന്ത് ചെയ്താൽ മതി? മുകളിലോട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ 180നെ
9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? എക്സ് 20 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 7x, അപ്പോൾ എക്സ് കണ്ടുപിടിച്ചു 20 ആണെന്ന്. അങ്ങനെയെങ്കിൽ ദെയർഫോറിനാണ് ഈ ഒരു 3 കുത്ത് ഇടുന്നത് കേട്ടോ, 3 ഡോട്ട് ഇടുന്നത്. ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 7x അഥവാ 7 × 20 എന്ന് എഴുതിക്കൂടെ? 7 × 20. 7 × 20 നോക്കിക്ക് ഇത് എങ്ങനെയാണ് ഗുണിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. 7 × 2 എത്രയാണ്? 14. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾ കിട്ടി 140 ഡിഗ്രി. ഇനി നോക്കിക്കേ ഔട്ടർ ആംഗിൾ നമുക്കിവിടെ എത്രയാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്? 2x എന്നാണ് അല്ലേ? അപ്പോൾ 7:2. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 2a × 20. നോക്കിക്കേ 2 × 2 എത്രയാണ്? 4 ആണ് അല്ലേ? 4ൻ്റെ കൂടെ ഈ 0 കൂടെ ആക്കിയാൽ 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നോക്കിക്കേ നമ്മൾ പറഞ്ഞു ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഒന്ന് കൂട്ടി നോക്കാം. ഈ 180 കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ്. 140ൻ്റെ കൂടെ 40 കൂട്ടിയാൽ എത്ര മക്കളെ? 180 ഡിഗ്രി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളിൻ്റെ റേഷ്യോ തന്നിട്ട് നമ്മളോട് പറയുകയാണ് ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ. നമുക്കാകെ ഒരു ക്ലൂവേ തന്നിട്ടുള്ളൂ. നമ്മളെ കുഴപ്പിക്കാൻ പറ്റുമോ? നടക്കത്തില്ല. അപ്പോൾ 7:2 തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡിൽ ആൻസർ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. നോക്കിക്കോ, മനസ്സിലാക്കിയതിന് ശേഷമേ നോട്ട് കോപ്പി ചെയ്ത് എഴുതാവൂ കേട്ടോ. കോപ്പി ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അവിടെ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും വീഡിയോ ഒന്നും കൂടെ ആദ്യം മുതൽ കണ്ടു നോക്കുക. അതിനുശേഷം ഒന്നും കൂടെ ട്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കണക്ക് തനിയെ ചെയ്ത് പഠിക്കാനും പറ്റും. എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇതൊരു അടിപൊളി ടിപ്പാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓരോ ആംഗിളും കണ്ടുപിടിക്കാനായിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പാർട്ട് ചോദ്യം നോക്കാം. ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ഈ പോളിഗണ് എത്ര വശങ്ങൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വശങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോളിഗൺ ഏതാന്ന് പറയാലോ. ഇവിടെ ഒരു റെഗുലർ പോളിഗൺ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. 7:2 ആണ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഈ റേഷ്യോ മാത്രം ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? എത്ര വശമുള്ള പോളിഗൺ ആണെന്ന് കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, എത്ര വശമുള്ള പോളിഗണാണ്? നമുക്കറിയാം ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണെന്നറിയാം. അറിയത്തില്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. ഔട്ടർ ആംഗിളിൻ്റെ ഇക്വേഷനാണ് പഠിച്ചു വെക്കണം. 360 ഡിഗ്രി ബൈ n ആണ് ഔട്ടർ ആംഗിളിൻ്റെ ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഔട്ടർ ആംഗിൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ഡിഗ്രി ആണെന്ന്? 40 ഡിഗ്രിയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ആ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, 360 ഡിഗ്രി ബൈ n ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഈ 40 ഡിഗ്രി എന്നിൻ്റെ അവിടെ കൊണ്ടുവരിക. ഈ n 40ൻ്റെ അവിടെയും കൊണ്ടുവരിക. അതായത് ഇതുപോലെ എഴുതുക. 360 ഡിഗ്രി ബൈ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു n. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ 360നെ 40 കൊണ്ട് ഹരിച്ചാൽ പോരെ? നോക്കിക്കേ, 0 വെട്ടിക്കളഞ്ഞാൽ 36നെ 4 കൊണ്ട് ഹരിക്കുക. 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4ൻ്റെ പട്ടികയിൽ 36 വരുന്നത് 9 × 4 അല്ലേ? അപ്പോൾ 36 വീണ്ടും എഴുതി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 0 വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ അഥവാ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. 9 സൈഡുള്ള പോളിഗണിൻ്റെ പേരെന്താണ്? എന്താണ് മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നണ്ണഗൺ ഹാസ് 9 സൈഡ്സ്. ദെയർഫോറിൻ്റെയാണ് ഈ 3 കുത്ത് കേട്ടോ. ദെയർഫോർ ദ പോളിഗൺ ഈസ് നണ്ണഗൺ. അപ്പോൾ നമ്മൾ 7:2 എന്നൊക്കെ പറഞ്ഞ് ഇന്നറും ഔട്ടർ ആംഗിളും ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ആ പോളിഗണിൻ്റെ പേരെന്താണ്? നണ്ണഗൺ. അപ്പോൾ നമുക്ക് പോളിഗൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഔട്ടർ ആംഗിൾ വെച്ച് ചെയ്താൽ മതി. ഔട്ടർ ആംഗിൾ ഓൾറെഡി നമുക്ക് ഇവിടെ 40 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ഇക്വേഷനും അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യവും മനസ്സിലായല്ലോ. ബാക്കി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പാർട്ട് 3 വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ബൈ കുഞ്ഞുങ്ങളെ.